ഇന്ന് രാവിലെ മുതൽ ഇന്നലെ വരെ രേണുസുധീനെ കുറ്റം പറഞ്ഞ എല്ലാ വ്ളോഗർമാരുടെയും അവസ്ഥ എങ്ങനെയാണെന്ന് ശത്രുക്കൾക്ക് പോലും ഇത് വരാൻ പാടില്ല. പിന്നെ ഒലക്കാന്നിട ഒരു ശത്രുവിന് ഇത് വരാൻ പാടില്ല. വീണവരെ നമ്മൾ ഒന്നും ചെയ്യത്തില്ല. നമ്മൾ ചവിട്ടാൻ പാടില്ല. ഇതാണ് അവസ്ഥ. അതായത് ഇന്ന് കരച്ചിലും വിളിയാന്ന്. ഞാൻ നോക്കും എല്ലാവരും കരിയും നടന്ന്. കരിയാതെ ആരുമില്ല. എന്താ കാരണം എന്താ അറിയാ? ഇന്നലെ വരെ രേണുസുധിയെ പുളിച്ച തെറി വിളിക്കുകയും അതുപോലെ തന്നെ വളരെ മോശമായിട്ട് പറയുകയും ചെയ്ത് അവരൊക്കെ എന്താ പറയുന്നതെന്നറിയാ? അതായത് രേണുസുധീന് ഇനി ഞങ്ങളൊന്നും പറയത്തില്ല. കാരണം എന്താ അറിയാ? രേണുസുധിക്ക് ക്യാൻസറാണ്, വേഗം തന്നെ തീരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ രേണുസുധിക്ക് അതിൻ്റെ അഹങ്കാരമൊന്നും പോയിട്ടില്ല. രേണുസുധി എന്നിട്ടും പഴയ അഹങ്കാരത്തിൽ തന്നെയാണെന്നാണ് ഇപ്പോൾ ഇവരെല്ലാം പറയുന്നത്. എൻ്റെ പൊന്നി ചെങ്ങാതിമാരെ, രേണുസുധിക്ക് അസുഖം ഉണ്ടെങ്കിൽ അവര് സഹിച്ചോളുക. അല്ലാതെ നമ്മളെന്തിനാ ഇത് അന്വേഷിച്ച് പോന്നേ? നമ്മളിത് അന്വേഷിച്ച് പോയിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വരാം. അത് രേണുസുധിക്ക് മാത്രം. രേണോ ബാ, നിനക്ക് കുറച്ച് ക്യാൻസർ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഈ രോഗം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വരാം. പിന്നെ അതിൻ്റെ ഇടയിലേക്ക് കിടന്നിട്ട് ഈ നാടകങ്ങൾ വേണ്ട. അതാണ് എനിക്ക് പിടിക്കാത്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി വീഴ്ത്താൻ വേണ്ടിയിട്ട് ഒരു ഇതുമില്ല. എന്നാൽ പിന്നെ ശരി, എന്നാൽ കുറച്ച് ക്യാൻസർ അങ്ങ് എടുത്തിട്ട് കൊടുക്കാം. ഇപ്പോൾ ആ വിളിച്ച ആ ഒരു സ്ത്രീയുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. അതായത് അവരുടെ അനുജത്തിൻ്റെ കൊച്ചമ്മേൻ്റെ മൂത്ത മോളാണ് അവിടെ ജോലി ചെയ്യുന്നത്. ആ മൂത്ത മോളുടെ ഇളയ മോൾക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. രേണുസുധിയുടെ ഒരു കണ്ടന്റ് ഇട്ടപ്പോൾ 100K അത്ര 1000K വന്നിനി. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. രേണുസുധിയെ കുറച്ച് പറയാൻ വേണ്ടി തീരുമാനിച്ചത്. അവരാണ് ഇപ്പോൾ ഈ രോഗത്തിൻ്റെ കാര്യം കൂടി പറഞ്ഞു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരു മനുഷ്യന് രോഗമുണ്ടെങ്കിൽ ആ മനുഷ്യൻ കൃത്യമായിട്ട് പറയൂ, എനിക്ക് രോഗമുണ്ട്, എനിക്ക് ഇങ്ങനെയുണ്ട്. ആ മനുഷ്യൻ കൃത്യമായിട്ട് പറയും. നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്തൂടെ? അപ്പോൾ ഇനി നമ്മൾ രേണുസുധീനെ ഒന്നും പറയുന്നില്ല. രേണുസുധീൻ്റെ കണ്ടന്റ് വേണ്ട. രേണുസുധീനെ വീഴ്ത്തി, രേണുസുധി വീണു, ഇങ്ങനെയാണ് എല്ലാവരും വിചാരിക്കുന്നത്. എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ, നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മൾ ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, നമ്മൾ ഊഹാപോഹങ്ങളൊന്നും ഒരാൾ പോലും അടിച്ചിറക്കാൻ പാടില്ല. ഇതൊരു വലിയ കുറ്റമാണ്. ആ പറയുന്ന സ്ത്രീക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല. അവരുടെ വീഡിയോ പബ്ലിഷ് ചെയ്തിരിക്കുന്ന അവരൊക്കെ രക്ഷപ്പെടും. അതായത് അവർ ആരോടൊക്കെ ഇത് പറഞ്ഞിട്ട് പബ്ലിഷ് ചെയ്യിച്ചിട്ടുണ്ട്, ആ പബ്ലിഷ് ചെയ്തവരെല്ലാം രക്ഷപ്പെടും. ഇപ്പം നമ്മളായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വോയിസ് എടുത്തിട്ട് നമുക്കും ആൾക്കാരെ കാണിക്കാം. പക്ഷേ നമ്മളെല്ലാം രക്ഷപ്പെടും. അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിക്കേണ്ട ആ സ്ത്രീ മാത്രമാണ്. പക്ഷേ രേണുസുധിയെ സംബന്ധിച്ചിടത്തോളം തന്നെ അവർ കേസൊന്നും കൊടുക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ അവരുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. അവരുടെ കാര്യം എങ്ങനെയാണെന്ന് ഒരു മനുഷ്യന്മാർക്ക് പോലും പറയാൻ പറ്റില്ല. കാരണം ഇതിലും വലിയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കാര്യങ്ങളും കുഴപ്പങ്ങളും എല്ലാം ഉണ്ടായിട്ടും അവർ കാ എന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. ഒരക്ഷരമല്ല, കാ എന്ന് പറഞ്ഞ 2 അക്ഷരം ഉണ്ടാകും, മിണ്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ രേണുസുധീൻ്റെ കാര്യത്തിൽ നമുക്ക് ആർക്കും ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ വരും, ചിലപ്പോൾ പോകും, അത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ. വേറെ ആരുടെയും കാര്യമാണെങ്കിൽ ചിലപ്പോൾ അവരെന്തെങ്കിലും തീരുമാനമെടുക്കും, അല്ലെങ്കിൽ അവർ കേസ് കൊടുക്കും, അല്ലെങ്കിൽ അവർ എന്താ പറയേണ്ടത് ഇത് കൊടുക്കും എന്നൊക്കെ പറയാൻ പറ്റുമെങ്കിലും രേണുസുധീൻ്റെ കാര്യത്തിൽ മാത്രം അത് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഒന്നിനും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയൊരു അസുഖമുണ്ടെന്ന് കരുതിക്കോ, അവരൊരിക്കലും അത് സമ്മതിച്ച് തരാനും പോകുന്നില്ല. അവർ പറയും, നീ നിൻ്റെ വീട്ടിൽ പോയി ചോദിക്കടാന്ന് പറയും. ഇന്നലെ ഇപ്പോഴൊരു രേണുസുധീൻ്റെ ഒരു ലൈവ് എന്നുള്ള തരത്തിൽ ഒരുപാട് വ്ളോഗർമാർ ചെയ്യുന്ന കണ്ടു. ഞാനും അതിൻ്റെ അകത്ത് കയറി നോക്കി എന്താണ് സംഭവമെന്ന്. അയ്യോ, പെറ്റ തള്ള സൈക്കിളുള്ള കാര്യം പറയാലോ, അവർ മദ്യപിച്ചിട്ടാണോ സംസാരിക്കുന്നത് എന്നുള്ള ഒരു സംശയം വരെ നമുക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെയുള്ള പച്ചത്തെറികളാണ് വിളിക്കുന്നത്. അതായത് ഇവരോട് ആരോ പറഞ്ഞിട്ടുണ്ട്, എടി നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ നീ അങ്ങോട്ടും വിളിച്ചോ, നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ നീ വിളിക്കുകയോ വേണ്ട, അങ്ങ് അതേ നാണയത്തിൽ തിരിച്ചടിക്കണം. എൻ്റെ പൊന്നു മക്കളെ, അതൊക്കെ എന്ന് പറഞ്ഞാൽ കൾച്ചറില്ലാതെ ആൾക്കാർ ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ഒരുത്തൻ തെറി വിളിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ നാണയത്തിൽ നമ്മൾ തിരിച്ചടിക്കൊന്നും വേണ്ട. അതായത് അവന് സ്നേഹപൂർവ്വം ഒരു കമൻറ്റ് ഇട്ട് കൊടുത്താൽ മതി. കാരണം എന്താ വെച്ചാൽ പിന്നെ അവൻ അതും കൊണ്ട് തൊലഞ്ഞോളും. അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചീത്ത പറയുന്ന ആൾക്കാരെ തെച്ചു നമ്മൾ പോയിട്ട് തിരിച്ച് ചീത്ത അറിയുകയാണോ വേണ്ടത്? എന്നിട്ട് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും പറയുകയാണ് രേണുസുധി വേദന കൊണ്ട് പറയുന്നതാണ്, അതുപോലെ തന്നെ അസുഖത്തിൻ്റെ ആ ഒരു ഇതുകൊണ്ട് പറയുന്നതാണ്. ഇനിയിപ്പോഴും ഇതിൻ്റെ പേരിൽ പിരിവുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു ഭയമായിരുന്നു.
ദൈവത്തെ ഓർത്തിട്ട് അല്ലെങ്കിൽ തന്നെ മനുഷ്യന്മാർ ഭയങ്കരമായിട്ട് പ്രശ്നത്തിൽ നിൽക്കുക. ഇനി ഇതിൻ്റെ കൂടെ പോലും ഇനി ആർക്കും പിരിവൊന്നും കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇനി ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് വല്ല പിരിവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ഇതൊക്കെയാണോ ഇവരുടെ ഉദ്ദേശം എന്നുള്ള സംശയമില്ലായിരിക്കുന്നില്ല കേട്ടാ. ഇനി ഇത് പ്രചരിപ്പിക്കുന്നവന്മാരുടെ ഉദ്ദേശം എന്താണ് അതും അറിയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എല്ലാവർക്കും തന്നെ പല വിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകും. അത് ചിലപ്പോഴും തന്നെ പല രോഗങ്ങളും ഉണ്ടാകും. അതൊക്കെ വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, ഈ സോഷ്യൽ മീഡിയേൻ്റെ മുമ്പിൽ വന്നിട്ട് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ കാണാം, അയ്യോ ഇയാൾക്ക് എന്താണ് പറ്റിയത്, അയാൾക്ക് എന്തെങ്കിലും പറ്റിക്കോട്ടെ, അയാൾ അവിടെ ഇല്ലേ, പിന്നെ എന്തിനാണ് ഇയാൾക്ക് എന്താ പറ്റിയ 4-5 വീഡിയോ എടുക്കണോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, രേണുസുധിയുടെ ഈ ഒരു എന്ന സംഭവമൊക്കെ വെച്ചിട്ട് ഇതുപോലെ വീഡിയോ ചെയ്യുന്നത് വളരെ മോശം തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് മുതൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും കരച്ചിലും പേച്ചലും തുടങ്ങി. ചില ആൾക്കാർ പറയുന്നത് ഇനി ഞാൻ രേണുവിനെ കുറ്റം പറയത്തില്ല, ഇനി ഞാൻ നല്ലത് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയാം, എൻ്റെ പൊന്നു മക്കളെ, ഈ നല്ലത് പറഞ്ഞാൽ ഒരാൾ പോലും കാണാനില്ല. ഈ രേണുവിന് ഇച്ചിരി കുറ്റം പറഞ്ഞു കഴിഞ്ഞാലേ എല്ലാവരും കാണാനുള്ളൂ. അതായത് രേണു ഇപ്പോഴും തീരുന്നില്ല, ആശ്വാസത്തിൽ നിൽക്കുന്ന ഒരുപാട് ആളുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റ് ബോക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ എനിക്ക് തോന്നുന്നത് സ്ത്രീകൾ തന്നെയാണ്. അതായത് രേണുവിനെ കൊണ്ട് പൊറുതിമുട്ടി രേണു കാണിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണെന്ന് അവർക്കെതിരെ പ്രതികരിച്ച് ഇനി ക്യാൻസർ എന്നാൽ പിന്നെ അത് വേഗം തീർന്നു കൂട്ടി എന്നുള്ള തരത്തിൽ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ തന്നെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുധിയുടെ സ്വഭാവം, അഹങ്കാരം, പിന്നെ അവർ ഇപ്പോൾ ചെയ്യുന്ന പരിപാടികൾ, ലൈവിൽ ചെയ്യുന്ന പരിപാടികൾ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവർ സബ്സ്ക്രിപ്ഷൻ വാങ്ങിച്ച് ചെയ്യുന്ന പരിപാടികൾ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ ഈ സുധിയുടെ ഭാര്യയല്ലേ നീ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെ ഇതാക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ രേണുവിനെ നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇമാതിരി കൂതറ പരിപാടി കാണിക്കുമ്പോൾ ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ഇന്നലെ ഇപ്പോഴൊരു ലൈവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ ഇങ്ങനെ മാറുന്നുണ്ടായിരുന്നേ, എന്തിനാന്ന് മാറുന്നതെന്ന് എനിക്കിനി മനസ്സിലായിട്ടില്ലായിരുന്നേ. അതാണ് അത് ആൾക്കാരെ കൊണ്ട് പറയിക്കലാണ്. എങ്ങനെയെങ്കിലും ആൾക്കാരെ കൊണ്ട് തെറി വിളിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു 28ാമത്തെ അടവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അസുഖം എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അതായത് ഇതിൽ എന്തോ ഒരു തിരിമറി നടന്നിട്ടുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ രേണുസുധി തന്നെ വന്ന് പറയുകയും വേണം. ഒരിക്കലും രേണുസുധി അത് പറയാനും പോകുന്നില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആദ്യം രേണുസുധി ചോദിക്കേണ്ടത് ആ ഹനാനോടാണ്. ആ ഹനാനോടല്ലേ ആദ്യം തന്നെ ചോദിക്കേണ്ടത്. അത് ചോദിച്ചാൽ ഇതുവരെ ഞാൻ പറഞ്ഞല്ലോ, ഈ സ്ത്രീയെ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്ത് നടന്നാണ്. പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ അറിയുക, ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവർമാർക്ക് മറ്റേ ഇതാന്ന് നടന്നത് ഭ്രാന്താണ്. എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ശരി, അവർക്കൊരു കണ്ടൻറ്റാണ്. ആ കണ്ടൻറ്റാണ് അവരെ ഈ നിലനിർത്തുന്നത് എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോഴും നാറും, എന്നാൽ അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും പോയിട്ട് എന്നാൽ പിന്നെ രേണുസുധി അങ്ങ് സപ്പോർട്ട് ചെയ്യുക, ഒരു കാര്യവുമില്ല. അതാണ് പറയുന്നത്. അതുകൊണ്ട് ഇലക്കം ഉള്ളിലും കേടില്ലാതെ രേണു സപ്പോർട്ടും വേണ്ട, ഉപദ്രവിക്കുകയും വേണ്ട, ഇങ്ങനെ അങ്ങ് പോയിക്കോട്ടെ. ഇപ്പോൾ ഈ കാര്യം പറയാൻ എന്തിനാ വന്നിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇന്നലെ മുതൽ ചർച്ചയാണ് രേണുസുധിയുടെ ക്യാൻസർ. ഇനിയിപ്പോൾ ലാലേട്ടൻ വരെ എന്ന് പറഞ്ഞ് ഇത് അറിഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നതായിരുന്നു. കാരണം അത്രത്തോളമായിട്ട് ഇതിങ്ങനെ എല്ലാ പത്രങ്ങളും മാധ്യമങ്ങളും എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട്. സത്യാവസ്ഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ അറിയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് ശക്തമായിട്ട് വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ ഇവർ പറയുന്നത് നമുക്കൊന്ന് നോക്കണമല്ലോ. ആ നോക്കിക്കഴിഞ്ഞിട്ട് പിന്നെ ശക്തമായിട്ട് വരുവായിരുന്നു. അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലോടെ എൻ്റെ വീഡിയോ മാത്രം നിങ്ങൾ ഹൈപ്പ് ചെയ്യാത്തത് അതെനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്ന് ഹൈപ്പ് ചെയ്ത് കളാ. ബൈ ബൈ.